നമ്മുടെ ഗ്യാസ് ലാഭിക്കുന്നതിൻ്റെ ദിനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നുണ്ടാക്കാൻ പോകുന്നത് 1 പോട്ട് മീലാണ്. ലഞ്ചിന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരിയും കുറച്ച് പരിപ്പും കൂടെ നന്നായി കുതിർത്ത് വെച്ച് പ്രഷർ കുക്കറിലേക്ക് വെച്ചു. അതിനുശേഷം ഞാൻ ക്യാരറ്റ് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പീസും ഉരുളക്കിഴങ്ങും വേവിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിസ്മിലാബാത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബിസ്മിലാബാത്തിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും. അതിൻ്റെ പൊടി വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനത് ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇടാം. അതിനുശേഷം നമുക്ക് പീസും ഉരുളക്കിഴങ്ങും നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ബിസ്മിലാബാത്തിൻ്റെ പൗഡറും കൂടെ ഇട്ട് ഉള്ളി വാട്ടിയെടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അധികം ഗ്യാസ് അങ്ങനെ നഷ്ടമാവില്ല. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. പിറ്റേ ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, ഞാൻ കെറ്റിൽ വെള്ളം ഞാൻ നന്നായി തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂടാകാൻ വേണ്ടിയിട്ട് ഗ്യാസ് നമുക്കിതിൽ ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കെറ്റിൽ തിളപ്പിച്ചുകൊണ്ട് കുറച്ച് ഗ്യാസ് നമ്മൾ ലാഭിച്ചു. അപ്പോൾ ഈ നന്നായി ഇളക്കി കുക്കറിൽ വെച്ചു. കുക്കറിൽ ഒരു 3 വിസിൽ. ഇത് ഒരു കുഴഞ്ഞ പരുവായിട്ടുള്ള 1 പോട്ട് മീലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് നേരം വെക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു മഞ്ഞ കളറിലൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 വിസിൽ വെച്ചു. അതിനുശേഷം ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പിക്കിൾ എന്തെങ്കിലും മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ആവശ്യമില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ ഈസി ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് വേഗം തീരുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നന്നായി വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി വേറൊരു കടായിലേക്ക് ഉള്ളിയും പിന്നെ കുറച്ച് മസാല സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഉള്ളി വാട്ടി അതിലേക്ക് നേരത്തെ പറഞ്ഞ പീസും ഉരുളക്കിഴങ്ങും മിക്സ് ചെയ്ത് ഈ കുക്കറിൽ വേവിച്ച ചോറും പരിപ്പും ക്യാരറ്റും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് അത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് ഇരിക്കുക. ഇതിൽ എണ്ണ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ വാട്ടാൻ വേണ്ടി യൂസ് ചെയ്തതെല്ലാം ഘീ ആയതുകൊണ്ടാണ് ഇത്രയും കട്ടിയിരിക്കുന്നത്. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് ചൂടാക്കുമ്പോൾ ശരിയായിക്കോളും, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. വെന്തയം, കടുക്, മുളക് പൊടി, കായം ഇതെല്ലാം കൂടെ ഓഫ് ചെയ്തിട്ടാണ് ഞാനിതിൽ വാട്ടുന്നത്. അധികം കരിഞ്ഞു പോകണ്ട. അതിൽ വെന്തയം ഇട്ടു, അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടത്. അതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് ഗ്രീൻ ആപ്പിൾ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മിക്സ് ചെയ്യുക. ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഗ്രീൻ ആപ്പിളിൽ. ഇത് കണ്ടോ, ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടിച്ചതിന് ശേഷം തണുത്ത് പൊടിപ്പിക്കുക. പൊടിച്ചതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്യുക. അതിന് ശേഷം നല്ലെണ്ണയിൽ കടുക് വറുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നല്ലെണ്ണയിൽ അതിൽ തന്നെയാണ് കടുക് വറുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളറിലിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വാട്ടിയില്ലേ അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഗ്രീൻ ആപ്പിൾ ഇൻസ്റ്റൻറ്റ് അച്ചാർ തയ്യാറാണ്. അപ്പോൾ ഇതിൽ ഇത്രയും നല്ലെണ്ണ ഒഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ചാറ് പോലെ കിട്ടുക. നല്ല ടേസ്റ്റ് ആയിട്ട് അത് ഗ്രീൻ ആപ്പിളിൻ്റെ ലൈറ്റായിട്ടുള്ള മധുരവും കുറച്ച് പുളിപ്പും എരിവും എല്ലാം കൂടെ. ലാസ്റ്റ് വിനീഗർ ഒഴിക്കുന്നതിന് പകരം, വിനീഗർ ആകുമ്പോൾ ഒരു കുത്തൽ സ്മെൽ ഉണ്ടാവില്ല, അതിന് പകരം കുറച്ച് നാരങ്ങ ഒഴിച്ചാൽ മതി. നാരങ്ങയും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ കുപ്പിയിലേക്ക് മാറ്റി ജാറിലേക്കാക്കി കുറച്ച് ദിവസം ഒരു 1 വീക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഞാനെടുത്ത് കഴിക്കും. ഗ്രീൻ ആപ്പിൾ അല്ലേ എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾക്ക് ഗ്രീൻ ആപ്പിൾ ഇഷ്ടമാണോ? നമ്മൾ മാങ്ങയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡൊക്കെ തന്നെയാണ്. ഞാൻ കുറച്ച് കടുകും കൂടെ ഇട്ട് മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓട്ടോയിൽ ബാങ്കിലേക്ക് പോകുന്ന വഴി അവരോട് ഭയങ്കര വെളിച്ചം കേട്ടോ, ഉള്ളിൽ ഭയങ്കര വെളിച്ചം. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ സീലിംഗ് ഗ്ലാസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെയും ചോദിച്ചപ്പോൾ അവർ പറയാം, സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു BMW സ്റ്റൈലിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഓട്ടോക്കാരൊക്കെ എത്ര തോട്ട്ഫുള്ളല്ലേ. അപ്പോൾ ഭയങ്കര വെളിച്ചം, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അതിലേക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ ഇറ്റിട്ട് വീഴുമ്പോഴൊക്കെ നല്ല രസമാണ് മുകളിലേക്ക് നോക്കുമ്പോൾ. ഇപ്പോൾ എനിക്ക് സ്കൈ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാം. നല്ല രസമാണ് ഇങ്ങനെ ഓട്ടോക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തോട്ട്ഫുള്ളായിട്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇങ്ങനെയുള്ള ഒരു ഓട്ടോയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ പാലക്കാട് വിശേഷവുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.